ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തെ പിടിക്കാൻ മനുഷ്യരെ നാം വിടേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മനുഷ്യരെ വിട്ടാൽ ദൈവത്തെ പിടിക്കാൻ പറ്റും. ദൈവത്തെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യവസ്ഥ നാം പാലിച്ചേ പറ്റൂ. നല്ല വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ജോൺ ഡോളർ, ഒരു വിദേശി. നല്ല വിശുദ്ധ ജീവിതം, സൽസ്വഭാവിയായൊരു മനുഷ്യൻ, ആഴമായ വിശ്വാസം. അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാവുന്ന മനോഹരമായൊരു പ്രാർത്ഥന. അദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം: ദൈവമേ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് എന്നെ പഠിപ്പിക്കാൻ ആരെങ്കിലും നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് അയച്ചു തരണേ. അവൻ്റെ ഹൃദയാഭിലാഷം ദൈവത്തിൻ്റെ മുൻപിൽ ഉന്നയിച്ചത് ഇപ്രകാരമാണ്: യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതെന്താണെന്ന് എനിക്കറിയണം. ഒരുപക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നതായിരിക്കണമെന്നില്ല. അതെന്താണെന്ന് എന്നെ പഠിപ്പിക്കാൻ നീ ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു തരണം. ഇന്നവരുടെ അടുത്ത് തന്നെ എത്തിക്കണം, ഇന്നയാളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം, ഒന്നും പറഞ്ഞില്ല. ആരെങ്കിലും. ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ഒരിക്കൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോയപ്പോൾ കാതിൽ കേൾക്കുകയാണ്: നീ എഴുന്നേറ്റ് ഇന്ന സ്ഥലത്തേക്ക് ഓടിച്ചില്ലും. അതേ എഴുന്നേറ്റ് ഓടി. കാരണം ഈ ഒരു കാര്യം, പുള്ളിയുടെ ഈ ഒരു ആഗ്രഹം, ചിരകാല അഭിലാഷം, അത് നിറവേറ്റാനാണെന്നുള്ള നിർദ്ദേശം കിട്ടിയത് കൊണ്ട് അദ്ദേഹം തീഷ്ണതയോടെ, വലിയ താല്പര്യത്തോടെ ഓടി. ഒരാലയത്തിൻ്റെ പരിസരത്തേക്കാണ് ഓടിച്ചെന്നത്. ആലയത്തിന് പുറത്തായി അദ്ദേഹം നോക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഗുഡ് ഡേ, നല്ല ദിവസം നേർന്നു. ഭിക്ഷക്കാരൻ തിരിച്ചു പറഞ്ഞു താങ്ക് യു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്കെല്ലാ ദിവസവും നല്ല ദിവസമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞ്? അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ട് ഇദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് നീ എന്താ അങ്ങനെ പറഞ്ഞ്? അതിന് മറുപടിയായിട്ട് ഭിക്ഷക്കാരൻ പറഞ്ഞത്, ഞാൻ സഹായം ചോദിക്കുമ്പോൾ ചിലർ സഹായം തരും, വേറെ ചിലരിൽ നിന്ന് എനിക്ക് ആട്ടും തുപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവഹേളനം, സഹായമാണെങ്കിലും വേണമെങ്കിൽ അവഹേളനമാണെങ്കിലും ഞാനത് സന്തോഷത്തോടെ അങ്ങ് എടുക്കും. അതുകൊണ്ട് എനിക്കെല്ലാ ദിവസവും നല്ല ദിവസമാണ്. കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺ ഡോളറിന് കുറച്ചുകൂടി അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആ ഭിക്ഷക്കാരൻ ഒരു കാര്യം ഇദ്ദേഹത്തെ പഠിപ്പിച്ചു, ജോൺ ഡോളറെ. അദ്ദേഹം പറഞ്ഞത്, എന്ന് ഞാൻ മനുഷ്യരെ വിട്ടോ അന്നെനിക്ക് ദൈവത്തെ പിടിക്കാൻ പറ്റി. മനുഷ്യരെ ഞാൻ എന്ന് വിട്ടോ അന്നെനിക്ക് ദൈവത്തെ പിടിക്കാൻ പറ്റി. ഇത് കേട്ടത് ശരിക്കും ജോൺ ഡോളറിൻ്റെ ചങ്കിൽ തറച്ചു കയറി. അദ്ദേഹം പിന്നെ പള്ളിക്കകത്തേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ പോയില്ല, നേരെ തിരിച്ച് വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പഠിച്ചു, കർത്താവ് എന്നെ പഠിപ്പിച്ചു എന്താണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു, എനിക്കത് മതി. സാധാരണ സെൻട്രൽ ബൈബിൾ വേഴ്സ് എന്ന് പറയാറുള്ള ഒരു വചനമുണ്ട്. ബൈബിളിൽ ഒത്ത നടുക്ക് വരുന്ന വചനം. അതാണ് സങ്കീർത്തനം 118 8 വചനം. ആ വചനം നമുക്ക് നൽകുന്നതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇതവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ശരണം വയ്ക്കുന്നത്, ആശ്രയിക്കുന്നതാണ് നല്ലത്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 5ഉം 7ഉം വചനങ്ങൾ വായിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 3 കാര്യങ്ങൾ, മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. തിരിച്ചറിഞ്ഞാൽ അവ മൂലം വഴി തെറ്റാതിരിക്കാനുള്ള കുറച്ച് ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, മനുഷ്യർ മാനുഷിക ശക്തി. ദൈവത്തെക്കാൾ നമ്മൾ മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിച്ചാൽ നമുക്ക് മാർഗഭ്രംശം സംഭവിക്കാം, വഴിതെറ്റാം. ജെറമ്യാ 17-ന്റെ 5-ാമത്തെ വചനം പറയുന്നത് എന്താ? മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. ഒരു മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ എപ്പം വേണേലും ഉണങ്ങിപ്പോകാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ കാര്യം അങ്ങനെയല്ല. ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ, ഒരുപാട് മറ്റുള്ളവരെക്കാൾ കഴിവുകൾ ഉണ്ടായിരിക്കാം. ദൈവത്തെക്കാൾ ആ കഴിവുകളിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവ നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്, അഹങ്കാരത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമതൊരു കാര്യം, നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് സമ്പത്ത്. അതിൽ ആശ്രയിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 5-ാം അധ്യായം 1-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയരുത്. അത് അഹങ്കാരമാണ്. എനിക്ക് ആവശ്യത്തിലേറെ സ്വത്തുണ്ടാക്കാൻ പറ്റി, ഇഷ്ടം പോലെ ഇട്ടുമൂടാൻ മാത്രം സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മേനി പറയാം, അഹങ്കരിക്കാം. അരുത്, അത് നിന്നെ വഴി തെറ്റിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. ജെറമ്യായുടെ പുസ്തകം 9:23 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കരുത്, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ
പ്രശംസിക്കരുത്. ഇതെല്ലാം ജെറമ്യാ 9:23 വചനം എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. 1 തീമോത്തി 6:17 നമ്മെ പഠിപ്പിക്കുന്നതോ, ധനവാന്മാർ അവരുടെ സമ്പത്തിൻ്റെ പേരിൽ ഔദ്ധ്യത്യം അവരുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വിട്ടിട്ട് നശ്വരമായ സമ്പത്തിനേക്കാൾ അനശ്വരനായ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 4:31 പറഞ്ഞിട്ടുണ്ട്, സമ്പത്തിൽ ഗർവരുത്. സമ്പന്നൻ അഹങ്കരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ കാര്യമാണ് ബുദ്ധി. ബുദ്ധിയിൽ ആശ്രയിക്കരുതെന്ന് സുഭാഷിതങ്ങൾ 3:5 നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 1:21 വായിച്ചാൽ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ദൈവകൃപ ലക്ഷ്യം വയ്ക്കുന്നതിനേക്കാൾ ബുദ്ധി സാമർഥ്യത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തെ അന്ധകാരത്തിലാഴ്ത്തും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിലല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ആശ്രയിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്രയം വയ്ക്കുന്ന ആരാ? ദൈവത്തെ അറിയാത്തവർ. ജെറമ്യാ 17:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിനെ വേനൽക്കാലത്തെ പേടിക്കേണ്ടതില്ല, ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 112:7, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദുർവാർത്ത കേട്ടാൽ പോലും ഞാൻ കുലുങ്ങത്തില്ല. സക്കറിയ 4:6 എടുത്താൽ, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമുക്ക് യുദ്ധം ജയിക്കാൻ പറ്റുക, ജീവിത വിജയം വരിക്കാൻ സാധിക്കുക. ജെറമ്യാ 30:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം പറയാം. അതുപോലെ 30:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അവിടെ എങ്ങനെ നമുക്ക് പരാജയം സംഭവിക്കും? ജെറമ്യാ 20:11 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീരയോദ്ധാവിനെ പോലെ ഞാൻ നിൻ്റെ പക്ഷത്ത് നിന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സങ്കീർത്തനം 16:5 നമ്മൾ കാണുന്നുണ്ട്, സങ്കീർത്തനം പറയാണ്, കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും. 2 മക്കബായർ 8:18 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എൻ്റെ ദൈവത്തിന് എൻ്റെ ശത്രുക്കളിൽ നിന്നും മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കാനും എനിക്ക് വിജയം പകർന്നു തരാനും സാധിക്കും. അവിടുത്തെ അങ്കുലി ചലനം കൊണ്ട് എൻ്റെ ശത്രുക്കളെ തറപറ്റിക്കാൻ പറ്റും. ഇവിടെ ഇക്കാര്യങ്ങൾ ബൈബിളിൽ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ഈ ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തെക്കാൾ ഒരു എന്തിലെങ്കിലും നമ്മൾ ആശ്രയിക്കുമോ? ഇല്ല. അങ്ങനെ വിജയം വരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.